ഹായ് മക്കളെ, അപ്പോൾ അതാ +1 സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നമുക്കറിയാം ഓണം എക്സാം ഇല്ലായിരുന്നു അല്ലേ. ഇനി നമ്മളെ മുന്നിലുള്ളത് ക്രിസ്മസ് എക്സാമിലേക്കുള്ള ആ ഒരു യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ക്രിസ്മസ് എക്സാമാണ് നമ്മളെ മുന്നിലുള്ളത്. അത് കഴിഞ്ഞിട്ട് പബ്ലിക് എക്സാം റെഡി. പക്ഷേ ഈ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ഈ +2കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം പഠിക്കാനുണ്ട്. എന്താണെന്നറിയോ, ഇവിടെ ഈ റെഡിൽ കൊടുത്തിട്ടുള്ളതാണ് നമ്മളിപ്പോൾ +1 അക്കൗണ്ടൻസിയിൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് വരുന്ന പോർഷൻസ്. ഇത് ഓണം എക്സാമിന് നമ്മളൊന്ന് ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇത് നമ്മുടെ പബ്ലിക് എക്സാമിൻ്റെ പോർഷൻസ് ആണ്. then അതേപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസിൻ്റെ ഇതാണ് ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ്. then അതുപോലെ +1 എക്കണോമിക്സിൽ ഈ ഒരു റെഡിൽ കൊടുത്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ്. then അതേപോലെ CA ഇതാണ് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻ. സാർ ഈ ഒരു മെയിൻ ആയിട്ടുള്ള കോഴ്സ് സബ്ജക്റ്റേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ ലാംഗ്വേജ് സബ്ജക്ട്സ് മാത്സും ഒക്കെ ഉണ്ട്. എല്ലാത്തിനും ഇതേപോലെ തന്നെയാണ് റെഡി. പക്ഷേ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ പോർഷൻസ് മാത്രമല്ല നമുക്ക് ഉണ്ടാവുക, ഇതും കൂടെ നിങ്ങൾ കൂട്ടണം. കാരണം നമ്മൾക്ക് എന്താണ് +1 സ്റ്റുഡൻസിന് ഓണം എക്സാം ഉണ്ടായിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും ഉണ്ടല്ലോ. ഓരോ സബ്ജക്റ്റിലും ഓണം എക്സാമിൻ്റെ പോർഷൻസ് ഉൾപ്പെടെ നിങ്ങൾക്ക് എന്താകും ക്രിസ്മസ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ നമ്മൾ പഠിക്കേണ്ടത് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ള സിലബസിൻ്റെ ഒരു 80-85-90% നമ്മൾക്ക് ക്രിസ്മസ് എക്സാമിനുണ്ടാകും. അതായത് ഇനി ക്രിസ്മസ് എക്സാമിന് നമ്മുടെ മുന്നിലുള്ള ടൈം എന്ന് പറഞ്ഞാൽ വെറും 2 മാസമാണ്. അപ്പോൾ ഈ 2 മാസം കൊണ്ട് നിങ്ങൾ പഠിച്ച് തീർക്കേണ്ടത് ഓരോ സബ്ജക്റ്റിലെയും ഇത്രയും, അതായത് ഓരോ സബ്ജക്റ്റിൻ്റെയും ഏകദേശം ഒരു 85-90% നിങ്ങൾ ഈ 2 മാസം കൊണ്ട് പഠിച്ച് തീർക്കണം. ഈ കാര്യം ആദ്യം നിങ്ങളെ മനസ്സിലുണ്ടാവുക. അതായത് ഇനി ക്രിസ്മസ് എക്സാമിലേക്ക് നന്നായിട്ട് പഠിക്കാനൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്ന സ്റ്റുഡൻസ് ആദ്യം ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പഠിക്കാൻ തുടങ്ങാൻ. കാരണം ഇത് നിങ്ങൾ എത്രത്തോളം സീരിയസ് ആയിട്ട് മനസ്സിലാക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾ നന്നായിട്ട് ഇരുന്ന് പഠിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇതിൻ്റെ ഒരു സീരിയസ്നെസ്, ഇത്രയും ചാപ്റ്ററുകളുണ്ട്, നമ്മുടെ മുന്നിലുള്ള ടൈം 2 മാസമാണ് എന്നതിൻ്റെ സീരിയസ്നെസ് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് പിന്നോട്ട് പോകും പഠിക്കുന്ന കാര്യത്തിൽ. സോ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കാര്യമാണ് റെഡി. അതിനുശേഷമുള്ള നമുക്ക് ജനുവരി ഉണ്ട്, ഫെബ്രുവരി, മാർച്ച് ഉണ്ട്. ഓക്കെ, ആ ഒരു ടൈമിൽ നമുക്ക് എന്താണ് മറ്റൊരുപാട് പരിപാടികൾ നമ്മൾ സ്കൂൾ വൈസ് ഒക്കെ നടക്കാൻ പോവുകയാണ്. ഓക്കെ, സ്പോർട്സ് ആയിട്ടും ആർട്സ് ഫെസ്റ്റ് ആയിട്ടും സയൻസ് ഫെസ്റ്റ് ആയിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് ടൈം നമുക്ക് പോകും. ഓക്കെ, അവിടേക്ക് നമുക്ക് വേണ്ടത് ഒരു ചെറിയ പോർഷനാണ്. ഓക്കെ, പബ്ലിക് എക്സാമിലേക്കുള്ളത്. ഓക്കെ, അത് നിങ്ങൾ അവിടെ പഠിച്ച് തീർക്കാൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, നമുക്ക് അവിടേക്ക് മാറ്റി വെക്കാമെങ്കിൽ കൂടി നമ്മൾ ഈ ഐറ്റം കൂടെ എവിടെ ഡിസംബർ ആകുമ്പോഴേക്കും തീർക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ വേണം ഇനി നമ്മൾ പഠിക്കാൻ. അത് പബ്ലിക് എക്സാമിൻ്റെ പോർഷൻസ് വരെ നമ്മളിവിടെ ഡിസംബറോടെ തീർക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇനി വരാനുള്ള ജനുവരി ആയാലും ഫെബ്രുവരി ആയാലും മാർച്ചിൽ നമുക്ക് എക്സാം, മാർച്ച് കൂട്ടണ്ട, ഈ ജനുവരി ഫെബ്രുവരി ഇത്രയും കാര്യങ്ങൾ, അതായത് ഒരു സബ്ജക്റ്റ് ഒരു ഫുള്ള് നമ്മളെന്താ റിവൈസ് ചെയ്യാനും പഠിക്കാനുള്ള ടൈം ജനുവരിയിലും ഫെബ്രുവരിയിലും നമുക്ക് കിട്ടുള്ളൂ. ഒരിക്കലും ജനുവരിയിലും ഫെബ്രുവരിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സിലബസിൽ പെൻഡിങ് പോർഷൻ വെക്കാൻ പാടില്ല. ഡിസംബറോടെ ഈ വർഷം പഠിക്കാനുള്ളത് തീർക്കുക എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. അത് തീർത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടും എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും നല്ല രീതിക്ക്. അതാണ് ആദ്യം പറയാനുള്ളത്. ഇനി പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന മക്കൾ ആദ്യം മനസ്സിൽ ഓർത്ത് വയ്ക്കേണ്ട കാര്യം ഇത് മാത്രമാണ്. ഓക്കെ അല്ലേ റെഡി. നമ്മളിതാ കഴിഞ്ഞ ദിവസം മുതൽ ഇന്നലെ മുതൽ വീണ്ടും ബാച്ചിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഇതൊക്കെ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു കൃത്യമായിട്ട് ഇതങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകാമെന്നുള്ളത് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മുടെ ബാച്ചിൽ ഇനി പോകാൻ പോകുന്നത്, മുന്നോട്ട് ഫോളോ ചെയ്ത് പോകാൻ പോകുന്നത്. അപ്പോൾ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ 3799 എന്ന ഓഫർ നിങ്ങൾക്ക് ബാച്ചിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഓഫർ മിസ്സാക്കേണ്ട. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കൾ വേഗം ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇനിയിപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നില്ല എന്നാണെങ്കിൽ മക്കൾ സാർ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. അതായത് ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അതിനുള്ള ടൈം കുറവാണ്. ഓക്കെ, ഡിസംബർ ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് പഠിച്ച് തീർക്കേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടും എന്നുള്ള കാര്യം മനസ്സിൽ അങ്ങോട്ട് കൃത്യമായിട്ട് വയ്ക്കുക. അതിനനുസരിച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുക. ഇനിയുള്ള ടൈം എന്ന് പറഞ്ഞാൽ അത്രത്തോളം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിൽ വെച്ച് പഠിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഈ കാര്യം മറക്കണ്ട കേട്ടോ.